മഞ്ഞൾപ്പൊടി ഇട്ടിന്, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. ക്യാമറമാൻ വരാൻ വൈകിപ്പോയി. പിന്നെ ഇത് ഗരം മസാല കുറച്ചിടാം. അതിന് സ്പൂണില്ല കേസ്, എപ്പം വെച്ചാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഗരം മസാല ഒരളവിലിട്ട് എൻ്റെ മാനസക്കണക്കിന്. ലേശ കുരുമുളക് പൊടി ഇടാം. പാക്കറ്റ് പൊടി നമ്മൾ നാട്ടിലെ കണക്ക് മുതുമ കുരുമുളക് അടുത്തടി കിട്ടില്ല. ഇത്രയും സാധനം ഇട്ട് കേസ് അത് നല്ലോണം വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ട് നമ്മൾ ഒരു മിനിറ്റ് വെള്ളം എടുക്കണം. ഉള്ളി, തക്കാളി, തക്കാളിയെല്ലാം വാട്ടി അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളിയും കൂടെ ഉള്ളിയെ വാട്ടിയിട്ട് സോയിട്ട അതിൽ ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് ഇവിടെ ഒരാളെനിക്ക് ഒരു സഹായത്തിന് നിൽക്കൂല. ഇത് ഞാൻ തന്നെ ആക്കണം. പുറത്ത് കാര്യമില്ല. ഒരാൾ വന്നിട്ട് ഗ്ലാസ് കൈ വന്ന് വീട്ടാൻ പഠിച്ചു പോയി. അതങ്ങനെ വേണം. അതിൻ്റെ കളർ അതിലേക്ക് ലേശം വെള്ളം അങ്ങനെ ഇട്ടിട്ട് ആ ഗ്രേവി നല്ലോണം ഒന്ന് തിളപ്പിക്കണം. ഇറച്ചിയും കൂടി കൊടുക്കുമ്പോൾ ചിക്കൻ്റെ വെള്ളം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം കുറച്ചിട്ടാൽ മതി. എന്നാലും ചട്ടിയാണത്, അതുകൊണ്ട് അടി കത്തിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. മല്ലിച്ചപ്പ് എപ്പോഴും നമ്മൾ ലാസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. വളരെ എളുപ്പം, വലിയ പണിയൊന്നുമില്ല. നമ്മളെ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഉപ്പ് കൂടെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടത്. അപ്പോൾ ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഉപ്പ് ലേശം മാനേജ് ചെയ്തിട്ട് അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് പാത്തിട്ടിട്ട് ഇപ്പം ഗൈസ് എൻ്റെ ഒരവസ്ഥ കാണുന്നുണ്ടാവില്ല. ഇനി ചിക്കൻ ഒന്ന് വെന്ത് എനിക്ക് കാണിക്കാം ഗൈസ്.